ഇതാരാ? ആരുടെ മാർക്കറിയില്ല, എന്ത് സംസാരിക്കും? കക്കാശി കക്കാശിയാണ്. എന്റെ അമ്മ, എങ്ങോട്ടോ പോണ് നമ്മള് കേട്ടാ. കൊറേ നേരം, നമ്മൾ 1.5 മണിക്കൂറായിട്ട്. ബ്ലൈൻഡ് സോറോ ബ്രോ, താങ്ക് യു സോ മച്ച്. 17 ടോട്ടലി എനിക്ക് ചെയ്തത്. താങ്ക് യു സോ മച്ച് ബ്ലൈൻഡ് സോറോ ബ്രോ, മീൻസ് എ ലോട്ട്. ഇവിടെ എത്തിയടാ. GTA റിയലിസം നോക്കടാ നിങ്ങള്. ആ വിൻഡിന്റെ സൗണ്ട് ഉള്ളത് കൊണ്ട് ബാക്കി റേഡിയോയുടെ കോൾസ് ഒക്കെ സപ്രസ്ഡ് ആയിട്ട് കേൾക്കുന്നുണ്ടാ. എത്ര കാലം മുമ്പ് ഇറങ്ങിയ ഗെയിമിലാണ് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. കണ്ട പൊങ്ങി അവനെ 100 രൂപയല്ലോ. ഇതെങ്ങനെയാണ് ഐഡിയ ഒക്കെ എങ്ങനെയാ പൊക്കണ ഒരാളെ? അതില്ല പോയിട്ട് ടാബ് അടിക്കും. അപ്പൊ പ്ലേയേഴ്സ് കാണാം. ഇവ ഇങ്ങനെ കാണാൻ പറ്റത്തില്ല. അതിന്റെ ടോപ്പിൽ സംഭവം ഹെലി ഇന്നലെ കാണാൻ പറ്റത്തില്ല. മാറ്റാൻ പറ്റൂലെന്ന് പറ്റുമോ? പരിപാടിക്ക് വന്നിട്ടിരിക്കുക. അണ്ണനെയും കൂടി അപ്പൊ ഇവിടെയാണോ പരിപാടി? ഇവിടെ പരിപാടി ഈ റൂമിനകത്താണോ? അറിയത്തില്ല, അറിയത്തില്ല. അതെന്താന്നൊരു പരിപാടിക്ക് ഒരു പഠിച്ചിട്ടൊക്കെയാണ് ഇതെന്ത് പറ്റി? എന്തിനാ ഇവ ഇതാക്കിയപ്പ ഈ ട്രങ്ക് ആക്കിയപ്പ ഇതെങ്ങനെ മാറ്റണേ? ഞാനതല്ലേ മന്ദാരം. വേറെ ആർക്കും പറ്റത്തില്ലെന്ന് എനിക്കറിയാമേ മന്ദാരെ. അണ്ണ ഇവിടെ പറഞ്ഞത് മാറി എന്റെ ഹെലിയിലുണ്ടെങ്കിലേ കാണാൻ പറ്റത്തുള്ളൂ. ഞാൻ മാറി നാലൊരു ചെത്തല്ലേ. അല്ല ഇത് എന്താ ചെയ്യണ്ടേ? എന്തോ കാണണ്ടേ? മണ്ടയ്ക്കോ? ഓ മറ്റേ പ്രൊജക്ഷൻ കേട്ടാ. ഓ കേവി കേട്ടാ. എന്റെ പള്ളി, അത് കൊള്ളാം.
കേട്ടോ. അത് ഇത്ര ആക്ട് വരുമ്പോഴത്തേക്ക് വാസ്തവത്തിൽ അത് മറ്റേ നൂല് പോലത്തെ സാധനം പോയിട്ട് കുറച്ചുകൂടെ ക്ലിയർ ആവുന്നുണ്ടല്ലേ? അടുത്ത് പോയാലാ അല്ലല്ല ദൂരെ ദൂരെ എന്നെ കണ്ടോ? ഈ ഇത്രയും ഡിസ്റ്റൻസ്. ഉം. വാസവനെ താഴോട്ട് വാ. അതിനെ അങ്ങോട്ട് വാ. ഓഹോ ഇത് എങ്ങനെയാണ് താഴെ ഇറക്കണേ എപ്പോ വാസവനെ? എപ്പോ ഇരിക്കുക? അതെ 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 അല്ല, പെട്ടെന്ന് താഴോട്ട് വരരുത്. അതെ, വാസവനെ, ഏയ്, നിക്കൂല. പിന്നെ ഈസി ടാസ്ക് ഈസി പരിപാടികളാ. ലാൻഡിങ്ങിന് 5 ക്ലാസ് വെച്ചിട്ടുണ്ട്. ഓ വാ. ഇന്ന് ഇന്നലെ തുടങ്ങിയ പരിപാടിയാണോ? അല്ല, പിന്നെ, ഇതൊക്കെ എന്താ പറഞ്ഞേക്കുന്നേ? ഒരു എടുത്തരും പാപ്പാ. ദേ എടുത്തോ. അതുകൊണ്ട് ഇത് വേണം, ഇത് വേണം. മൂത്രം പോയില്ലാണ് സത്യം പെടുത്ത ഇറക്കിയത് താഴെ. നാരായണൊക്കെ പൊഴിയുന്നുണ്ടല്ലോ. സത്യം അത് ആരൊക്കെയോ ബ്രിങ് ആരൊക്കെയോ അടിച്ച് വണ്ടി അഖിലപ്പൻ, നമുക്കെന്നാ പരിപാടിയിലോട്ട് സാധു വന്ന് ഇവിടെ ഇവിടെ ഗ്രാവിറ്റിയുടെ അവസ്ഥ തോന്നുന്നു. ഏതോ ഹില് പൊട്ടി കേട്ടോ. ആ ഗ്രാവിറ്റി മൂടിലുണ്ടായിരുന്നു. എല്ലാരും റിവൈവ് ചെയ്തേ. ഞാനൊരു ലക്സിന്റെ ഹില് പൊട്ടി കേട്ടോ. ഉത്തരവാദിത്തമുള്ളൊരു അഡ്മിൻ ആണല്ലേ. ലെക്സ് അവിടെ കിടക്കുന്നത്. എടാ വണ്ടിയെല്ലാം റെഡി അല്ലേ? രണ്ട് സൈഡിലും ഹലോ, ആ പപ്പാ വാ. ലെക്സ് അതെ കുറേ ഇങ്ങോട്ട് വാ. ഞാൻ ഒന്ന് ഹീൽ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് വരാം. വരുന്നവൻ. എല്ലാരും ഹീൽ റിവൈവ് ചെയ്തിട്ടുണ്ട്. വാ. ഇത് ഇനി അങ്ങനെ പറ. എന്തോത്തിനകത്തോട്ട് നമ്മൾ കേറാൻ പോകുന്നത്? പാട്ട് മോനെ, നല്ലൊരു പാട്ട് വേണ്ട നമുക്കും. പിന്നെ എന്നെ ഓൾറെഡി ഉണ്ട്. അവൻ തന്നെ ചെയ്തത്. എന്താ പരുന്ത് അത് അവനാ ചെയ്തേ. അതല്ല മറ്റേത് ഗായകന് വേണ്ട. ആ അത് വേണം അത് വേണം അത് വേണം. ഈ സാധനം നമ്മള് മറ്റേ വണ്ടി ലോഞ്ചിന് ഉണ്ടായിരുന്നല്ലേ? ആ ഓക്കെ. അവിടെ ബസ് പോയിട്ട് ഇടത്തോട്ട്. ആ അവര് കേറട്ടെ ഞാൻ അവര് കേറാൻ വേണ്ടി വെയിറ്റ്. ഓക്കെ, സോറി. വളർത്തൊന്നല്ലേ സൗണ്ട് കേൾക്കുന്നത്? പാട്ടിന് സൗണ്ട് കുറച്ചാ സുഖമായിരുന്നു. വണ്ടി തിരിച്ചു വെച്ചേക്കുന്നു. അവിടെ എന്തൊക്കെയോ ഞാൻ കാണുന്നു. ഇവിടെ എന്താ ഉള്ളത്? തിരിച്ചു വരുമ്പോ ലോക്കായി പോയാലോ? മൂഞ്ചി അത് മിനിയേച്ചറാ. ഗാംഗോസിന്റെ മിനിയേച്ചർ. പഴയ 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 ഇത് നമ്മുടെ ആദ്യത്തെ എന്തൊരു ചെയ്ത് വെച്ചേക്കണോ? ഇവിടെ 4 ഡോർ. കൊള്ളാലേ. ഈ ചാറ്റിലിരുന്നേ ഓരോ കുണ്ണുകളിങ്ങനെ ഓരോന്ന് പറയണത് ഗൈസ്. ഇപ്പം ഇത് നന്നായിട്ട് പോകുന്നതിന്റെയാണ്. ഇവന്മാര് RP കാണുന്നവന്മാരൊന്നും അല്ല. സീക്രട്ട് ഡോർ ഉണ്ടല്ലോ മാമ. ഇപ്പൊ TV ഇവിടെ പൊക്കി അടിക്കണവന്മാരൊന്നും ഇത് TV ഓഡിയൻസ് ആണെന്ന് നിങ്ങക്ക് തോന്നുന്നുണ്ടോ? വെറും തെറ്റിദ്ധാരണ. ഇതിൽ ഏത് ഡോറാ ഇത് തുറക്കണ്ടേ? ഒരു കാര്യം ചെയ്തു അപ്പൊ ഇവിടുന്ന് പറ പാപ്പാ. 4 മുറി ഉണ്ട്. ഏത് റൂമാ തുറക്കുന്നേ? ഏത് റൂം തുറക്കണം പറ. ഏത് റൂം തുറക്കണ്ടേ? സെലക്ട് ചെയ്. നമുക്ക് നേരെ സ്റ്റെപ്പ് കയറി പോവാ. റൂം വേണം. റൂം കണ്ടിട്ട് വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ നേരെ പുറകിലുള്ള ആ റൂം തുറക്കുക. സ്റ്റെപ്പിലാണോ? സൈഡിൽ നിന്ന് ഓർഡർ ചെയ്തല്ലോ. ഓരോ സൈഡിൽ നിന്ന് തുറക്കാം. ശ്വാസം വിട്ടു. ഇതെവിടെ? ഡോറ് മാറി ഡോറ് മാറി. ഹെലിയാ. ഇവിടെ 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 ഇവിടെ
ഓ നമ്മുടെ വണ്ടി, പഴയ വണ്ടി മെമ്മറീസ് ബ്രിങ് ബാക്ക് മെമ്മറീസ്. നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഗിഫ്റ്റ് കിട്ടിയത് ഈ മറ്റേ ടർഫിന്റെ വണ്ടി ഇതെല്ലാം നൊസ്റ്റാൾജി അല്ലേ? ആദ്യത്തെ വണ്ടികളാണ്. അപ്പൊ ഓർമ്മയുണ്ടോ നമ്മൾ ഈ വണ്ടി കൂടുന്നാലോ എണ്ണ നമുക്കും വേണ്ട ഇതുപോലെ ഇടണം. നമുക്ക് ഉടനെ വരുവാടാ. എവിടെയൊക്കെ കോപ്പി നല്ല ബ്രോ. ഞാനൊരു കാര്യം പറയട്ടെ, സിറ്റിയില് ഓരോ സമയത്ത് ഓരോ സാധനങ്ങളായിരിക്കും ട്രെൻഡിങ്, മനസ്സിലായ? അപ്പൊ അതെല്ലാരും അങ്ങനെ തന്നെ ചെയ്യണം, മനസ്സിലായ? അല്ലാതെ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് വണ്ടിയല്ലേ ഇത്? നമ്മുടെ ക്രാക്കൻ. ഒരുപാട് ഓർമ്മ ഞാൻ അടുത്ത റൂമിലോട്ട് പോകാം. ഗൈസ്, നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടാക്കി പ്രസന്റ് ചെയ്യുന്നത് പോലെയാണ് അവരുടെ ഓഡിയൻസിന് ഇതൊക്കെ കാണുമ്പോ, മനസ്സിലായ? അവര് നമുക്ക് വേണ്ടിട്ട് നമ്മളെ ഇംപ്രസ് ചെയ്യാൻ നമുക്ക് വേണ്ടിയിട്ടുള്ള ഇവന്റ് അല്ല ഇത്. ഇത് KVയുടെ ഓഡിയൻസിനും KVയുടെ പിള്ളേർക്കും വേണ്ടി ഉണ്ടാക്കിയ സാധനമാണ്, മനസ്സിലായ? അത് അവരെ എൻജോയ് ചെയ്യണ്ട, നമ്മളല്ല അത് എൻജോയ് ചെയ്യണ്ട, അവരാണ് എൻജോയ് ചെയ്യേണ്ടത്. ഇത് അവർക്കുള്ള സാധനമാണ്. നമ്മളെ ഇങ്ങനെ ഒരു ഇവന്റിന് അവർ വിളിച്ചത് തന്നെ വലിയ കാര്യം. നമ്മൾ വിളിച്ചോ? ആരും വിളിച്ചിട്ടില്ല. നമ്മള് നമ്മുടെ കാര്യത്തിന്, നമ്മുടെ അതിനിടെ കാരണേജിന് നമ്മുടെ ഇതിനായിട്ടാ ചെയ്തേ, മനസ്സിലായ? അവര് നമ്മളെ വിളിച്ചത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പൊ അവര് വിളിച്ച് അവരുടെ കാര്യങ്ങൾ കാണിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അയ്യോ സോറി. കുറെ മോഡൽ ഇവര് കുറെ വണ്ടി മാറ്റി, ഒത്തിരി വണ്ടി ഇവര് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. കുറെ വണ്ടികൾ ഇറക്കിയിട്ടുണ്ട് ഇവര്. ലിവറീസും ലിവറിയൊക്കെ ഇടക്കിടക്ക് ചേഞ്ച് ചെയ്യുമായിരുന്നു. കുറെ വണ്ടികളുണ്ട് ഇവരുടെ. അപ്പൊ പറ, ഞാൻ ഇങ്ങനെ എല്ലാം കാണുമായിരുന്നു. എന്തൊക്കെ മെമ്മറീസ് ട്രിഗർ ആയി വാസവര്? എല്ലാം വേണ്ട. അതിന്റെ കൂടെ കുറെ കുത്തിത്തിരിപ്പോളികൾ നമ്മുടെ തത്സമയത്തിലൊക്കെ വന്നിട്ടുണ്ട്. അതിനെ ഡീൽ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഇല്ലില്ല, അത് ഉണ്ടാവല്ലോ, ഭയങ്കര ഉണ്ടാവല്ലോ. അത് ഞാൻ പിന്നെ പറയാം. ഇടക്കിടക്ക് അങ്ങനെ അതെ ബോധനയുണ്ട. അതെ ബാറ്റ് എപ്പോഴെങ്കിലും കണ്ടല്ലേ? എന്താ സംഭവം? ഇവിടെന്താ ലോഗോ ലോഗോയുടെ ഡ്രസ്സിന്റെ അന്നും എന്നും ഇഷ്ടമുള്ള ലോഗോയാണ് ഈ നേരെ കാണുന്നത്. ഇതാ നേരെ ഇത് കൊള്ളാം, നൈസാണ്. അല്ല, എനിക്കിഷ്ടം ഈ ലോഗോയാണ്. ഇത് നല്ല ലോഗോയാണ്. ഇത് അതല്ല ടീഷർട്ടിന്റെ ഒക്കെ പുറകിൽ ഇപ്പോഴും ഉള്ളത് അല്ലേ? ഫോട്ടോയിലൊക്കെ നമ്മുടെ ഹെലിയുടെ പഴയ ഇതിലൊക്കെ അതാ. ഇത് നൈസ്. ഏറ്റവും ലേറ്റസ്റ്റ് ഈയിടയ്ക്ക് റീസെന്റ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതെന്തോ ഒരുമാതിരി അറേഞ്ച് ചെയ്ത ആരാന്നറിയാം? ഈ ലോഗോ ഇതൊക്കെ ചെയ്ത ആരാന്നറിയാമോ? ഇല്ല, നമ്മുടെ സർവറിന്റെ ഫൗണ്ടർ ആയിട്ട് വരും. അതാരാ? ഇത് മൊത്തം ചെയ്തേക്കുന്നത്. ഇതാണ് എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഗ്യാങ് ഡ്രസ്. കാരണങ്ങൾ ഒരുപാടുണ്ടേ. വിടത്തില്ല. വീഡിയോ കോൾ ചെയ്യുന്നല്ലേ? ബ്രോ, ഞാന് ലൈവില് പറയട്ടെ നമ്പർ. കുറെ പേര് വീഡിയോ കോൾ ചെയ്യും, എനിക്ക് മാത്രമായിട്ട് വേണ്ട. കുറെ പേര് വിളിപ്പിക്കാം. ഞാൻ വിളിപ്പിക്കട്ടെ? നമ്പർ പറയട്ടെ. ഇപ്പൊ കുറെ പേര് വീഡിയോ കോൾ ചെയ്യും. ഒരു മിനിറ്റ്. എന്റെ സൂക്കേട് ഞാനിപ്പോ തരാം. റിപ്ലൈ ഇതാക്കട്ടെ. വേണ്ട. അവന്റെ റിപ്ലൈ നോക്കട്ടെ. കൊണപ്പിക്കുന്ന റിപ്ലൈ ആണോ ഞാൻ നോക്കട്ടെ.
ഇത് നമ്മൾ വീണ്ടും തിരിച്ചു വിടത്തില്ല വന്നാ ലോഗോയില്. ഓ ഇത് പുതിയ ലോഗോയിലല്ലേ? അയ്യേ ഒരു കാര്യം പറയട്ടെ ഞാൻ. ആ ബ്രോ ഒന്ന് പുറത്ത് ചാറ്റ് വന്നു ഇതല്ലേ മറ്റേ അന്നത്തെ അപ്പൊ പറ. ആ ഞാൻ അതായത് ഇതിലുള്ള പല സാധനങ്ങളും ആ എനിക്കറിയാത്ത പുതിയ സാധനങ്ങളെ കൊണ്ടുപോകുന്നൊരു സംശയം. അപ്പൊ നിങ്ങളെ പറഞ്ഞു വിട്ടതിന് ശേഷം ഗ്യാങ്ങിൽ മാറ്റം വരുത്തിയ മാറ്റങ്ങളാണോ അതൊക്കെ? മനസ്സിലായ അല്ല അങ്ങനെ ചെയ്യുന്നില്ല. നമ്പർ വണ്ടി കാണാനല്ലേ വന്ന് എല്ലാം കണ്ടല്ലോ ബാക്കി. അവൻ അത്രയും കോൺഫിഡൻസോടെ പറയണമെന്നുണ്ടെങ്കിൽ വേറെ ആരുടെയും ഫോൺ എടുത്ത് വെച്ചായിരിക്കും ഈ കുണ്ണക്കഴപ്പ് കാണിക്കണം. മനസ്സിലായ? അവൻ അത്രയ്ക്ക് കോൺഫിഡൻസോടെ അത് പറയണമെന്നുണ്ടെങ്കിൽ വേറെ ആരുടെയും ആയിരിക്കും. ബുദ്ധിമുട്ടുണ്ടാവുന്ന അവനായിരിക്കും, ഇവനായിരിക്കത്തില്ല. മനസ്സിലായി? കൊച്ചുകുണ്ടയൊക്കെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ എടുത്ത് വെച്ചായിരിക്കും ഇത് ചെയ്യുന്നത്. അത് ആലോചിക്കുള്ള ബുദ്ധി നമുക്കുണ്ടാവണം. അത് അറിയണത് അയ്യോ, വൈകി. നടന്നോ? ആ, പോട്ടെ. എടാ എടാ അയ്യോ ഇതൊന്നും 18-ാം പടിയാ. കല്യാണത്തിന് അമ്മ ഇത് എത്ര പടി ഇത് കുറേ ഉണ്ടല്ലേ ഇത്? എനിക്ക് 18 മതിയാണത്. ഇതല്ലേ വെളി കണ്ട സാധനം. അതെ എല്ലാരും ഈ റൂമിലോട്ട് വരാൻ പറയണേ. എല്ലാരും എല്ലാരും വാ മുകളിലോട്ട് വാ. കേറിയാ? Yes, എല്ലാരും വന്നു. എന്തോ വരാൻ പോണ എന്തോ വരാൻ പോണേ. അല്ലല്ല ഈ സാധനം അമ്മായി എനിക്ക് എന്തൊക്കെയോ ചെയ്ത് ഞാർന്നു വന്നിട്ട് വരുമോ? അതാ പറ്റിയത് എല്ലാരും ഒന്ന് സൈലന്റ് ആയി അണ്ണാ സൈലന്റ് അല്ല സ്ലാഷ് അടിച്ചിട്ടേ എന്താ സംഭവം? എന്താ? അത് ഹൈഡ് ആയി കഴിഞ്ഞാൽ എന്താണ് ഭയങ്കര ഫ്ലാഷ് ആയിട്ട് അടിച്ചിട്ട് സ്ലാഷ് അടിച്ചിട്ട് ആ ഷോ അൺടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് കാണാൻ പറ്റും. സ്ക്രീനിലൊന്നും ഇല്ലാതെ കാണാൻ പറ്റുമോ? എടാ ഇത് ഓഫ് ചെയ്യുന്ന എങ്ങനെയായിരുന്നു? ഓഫ് ഇപ്പൊ സെറ്റ് ആയില്ലേ? സ്ക്രീൻ സെറ്റ് ആയില്ലേ? നിങ്ങക്ക് സൗണ്ട് ഉണ്ടോ? എനിക്ക് ഒന്നും കാണുന്നില്ല. ഈ കേവ് എന്ന് പറഞ്ഞ സാധനം ഓടുന്നുണ്ട് ഇങ്ങനെ സ്ക്രീനിൽ. ഓടുന്നുണ്ട്, ഓട്ടം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. സൗണ്ടും ഇല്ല. അല്ല വേറൊന്നും ക്യാം ഓഫ് ചെയ്യണോ? അതോ ഇത് ഇല്ല, അത് മാത്രമേ ഉള്ളൂ. ക്യാം ഓഫ് ആക്കണോ? ഇല്ല ഇത് വൃത്തി ചെയ്തോണ്ടോ മിക്കവാറും മറ്റേ റീല് ഉരുക്കിയിട്ട് പടം നിർത്തി വെച്ചത് പറയേണ്ടി വരും കേട്ടോ. ക്യാം വേണേ ഞാൻ സൈസ് കുറച്ച് കുറയ്ക്കാം ഗൈസ്. അഡ്മിൻസ് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഡിസ്ട്രിബ്യൂട്ട് വരൂ. അതെ പടം ഇപ്പൊ തുടങ്ങുമോ? പോയിട്ട് വരും. ലൈറ്റ് ഓഫ് ചെയ്യടാ. താഴത്തോട്ട് ഞാൻ വിശേഷം പറഞ്ഞു തുടങ്ങണമേ. ഇതാര് കേവേന്ന് മതിയോ? സുഖമായിട്ടിരിക്കുന്ന തള്ളേ മട്ടെ എന്നിട്ട് വിശേഷം അതല്ലേ? സുഖമായിട്ട് തരുന്നുണ്ട് മട്ടെ. തലേ കൊണ്ട് നടക്കാം പാർട്ടി. എന്താ തള്ളേ എന്നെ മിസ് ചെയ്തോ? അയ്യേ എടാ എനിക്ക് നല്ല പെമ്പിള്ളാരുണ്ടെന്ന് പറഞ്ഞു കൂടെ. എല്ലാരും ഇല്ലേ? ലോക്ക് ചെയ്തോളാൻ പറയണ. എല്ലാരും കേറില്ലേ? ഇവിടുന്ന് പടം കാണാൻ പറ്റി. ലോക്കി തല്ലാൻ പോവാനുള്ള പരിപാടിയാണ്. വീണ്ടും ഒന്ന്
അതെ ഷാജിബാബ തുടങ്ങോ ഇത് തുടങ്ങി റെഡി അല്ലേ തുടങ്ങിയില്ലെങ്കിൽ വീസിൽ വരണടാ ഇത് കഴിഞ്ഞിട്ട്. ഓ പറടാ അപ്പൊ ഇതില്ലേ ത്തേക്കുള്ള സാധനം cook ചെയ്യണ്ടേ? പരിപാടി കൃത്യമായിട്ട് അത് ഫേക്ക് ആയി പോയല്ലോ ഞാൻ വരാം എന്നാ പറ്റിച്ച് വാ. എന്താ പാപ്പ? ചെറുതായിട്ട് മേളോട്ട് വാ എങ്കിൽ പിന്നെ ഇത് ആദ്യമേ പോയാൽ മഴ അടുത്ത റെഡി അല്ലേ തെറ്റല്ലേ കേറുവാ അത് വിട് അത് വിട് എന്താ ഓക്കെ എന്താ എന്തൊക്കെയോ കണ്ടു എവിടെ നമ്മളിപ്പം കണക്കല്ലേ കണക്കല്ലേ ഞാൻ അൾട്രയിലിട്ട് സാധനം എന്താ ഇവിടെ കാണുന്നില്ല വീണ്ടും വീണ്ടും പരിപാടി തോന്നുന്നു കേട്ടോ എന്താ പാപ്പ? ലോഞ്ച് കുളമായെന്നൊരു സംശയം ഉണ്ട് എനിക്ക് സർപ്രൈസ് ആയി പണിതും എല്ലാം കുളമായല്ലോ ഇത് നിങ്ങൾ ഏത് കണ്ടറാ ജോണി ഏൽപ്പിച്ച ഇത് പണി നമ്മളെ സ്കാം ആക്കിയല്ലോ. എല്ലാം റെഡിയാണോ റെഡി 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 അല്ലേ റെഡി റെഡി എക്സ്കേവ് അതിനകത്തൊരു സ്ക്രീൻ വണ്ടിക്ക് കണ്ണോ? അതിന്റെ വണ്ടി വിൻഷീൽഡ് നോക്കി കേറിക്കോ വാസൂർ കേറിക്കോ ഇല്ല, ഇല്ല, കുഴപ്പമില്ല. തള്ളാനെ വാ. അവര് കേറട്ടെ, അവര് കേറട്ടെ. വാ വാസന വാ എന്റെ പള്ളി എന്ത് സാധനോടാ ഗ്രാഫിക്സ് വിഷയം കേട്ടാ എന്റെ അമ്മ. എന്റെ പൊന്നേ അത് കൊള്ളാം കേട്ടോ. എന്തൊരു സാധനോടാ അത്. വണ്ടി സീ കേട്ടാ ഇതാ പുതിയ ഡ്രസ് ആ പുതിയ ഡ്രസ് വണ്ടി ഒരു രക്ഷയില്ല പാപ്പ. എന്റെ പൊന്നോ, വണ്ടി അതോ വാസന്റെ വണ്ടിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട പാപ്പ. എനിക്ക് കറക്റ്റാ. എന്റെ പൊന്നോ, അതൊരു ഐറ്റം. വണ്ടിയിലൊന്ന് ജസ്റ്റ് ഒന്ന് വേറെ ഓണാക്കണോ വാസന കാരണവനോ ആദ്യം കേറട്ടെ, വണ്ടിയിൽ ആദ്യം കേറട്ടെ. കാരണവനെ വണ്ടി കൊള്ളാലേ, ഫുൾ പച്ചമയനാ ഇവരുടെ. പിന്നെ പച്ചയല്ലടാ കളറ്. വണ്ടി ഒരു രക്ഷയില്ല കേട്ടാ. രണ്ട് പ്രാവശ്യം ഈ ഞെക്കി നോക്കി അപ്പൊ സൈഡില് ലൈറ്റ് അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാരണവനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഈ അടിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലത്തെ മറ്റേ ആർപ്പിയും കാണുന്നില്ലല്ലോ. അപ്പൊ വണ്ടി ഓടിക്കുന്നവർക്ക് മാത്രമേ ഇത് കാണത്തുള്ളൂ കേട്ടോ. അത് ഇതിന്റെ ഏറ്റവും ഉള്ളിലുള്ള പ്രശ്നം. ഇതിന്റെ അപ്പൊ സൈഡിൽ ഇത് നോക്കി, സൈഡില് വോൾഫ് ചാർജ് ആവുന്നുണ്ടോ? ഇല്ല അതും എനിക്ക് വന്ന് ഡ്രൈവറിനെ മാത്രമേ കാണത്തുള്ളൂ തോന്നുന്നു കേട്ടോ. ആണോ അല്ല ലൈറ്റ് കത്തുണ്ട്, ലൈറ്റ് ഈ സൈഡ് ലൈറ്റ് എല്ലാം കത്തും. ഞാൻ ആര് വണ്ടി കയറി ഇതിങ്ങനെയാണ് ഡോർ തുറക്കുന്നത്. കൊള്ളാം. വണ്ടിയുടെ ഉള്ളിൽ കയറി ഓ വണ്ടിന്റെ അകത്ത് കയറുമ്പോ കാണാം. കുറച്ചൊന്ന് ബാക്കിലോട്ട് അത് ഈ അടിക്കുന്ന കണ്ണ വാസനെ
ഓക്കെ 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 കണ്ണ് ഞാൻ സാധനം കേട്ടാ കൊള്ളാം. ആർപി കൊടുക്കുമ്പോ കണ്ടു അയ്യോ അത് വിഷയ സാധനം ഡ്രസ് കണ്ടാ? ഓ ഇത് കണ്ടപ്പോ എനിക്ക് വേറെ സാധനം ഓർമ്മ വന്നു കേട്ടാ. ഏതാ വാസവന്? അപ്പൊ അവന് ഓർമ്മയില്ലേ? ആ